ഗൈസ്, നമുക്കിന്നൊരു ചെറിയ കൂണ് കിട്ടിയിട്ട് ചെറുതാണ്. അതിൻ്റെ തണ്ട് കിട്ടിയില്ല, തണ്ട് പൊട്ടിപ്പോയി. ഇച്ചിരി ഉറപ്പുള്ള സ്ഥലത്ത് കിളിച്ച് നിന്നുണ്ട്, അതിനെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് സാമ്പാർ ചീരയാണ്. സാമ്പാർ ചീര ഈ കൂണും കൂടെ വെറുതെ ഒരു മെഴുക്ക് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ലേശം തേങ്ങ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ ചീര അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ സാമ്പാർ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂണിനെ വൃത്തിയാക്കി ഇതിനകത്തോട്ടിടാം. ആ കൂണും റെഡിയാക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, ചീരയുടെ അകത്ത്. ഇനി ഒരു സവാള, ഇതിനെ നമുക്ക് അരിഞ്ഞ് ഇതിനകത്തോട്ടിടാം. അത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളകും മതിയായിരിക്കും കേട്ടോ. ഇതും കൂടെ നമുക്ക് അരിഞ്ഞിടാം. ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ട് സവാള അരിഞ്ഞിട്ട് ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ലേശം മതി. അത് ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തീ അങ്ങോട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് എല്ലാ ദിവസവും 1-2 കൂണുകൾ വെച്ച്, ഇന്നാണ് തീരെ ചെറുതായിപ്പോയത് കേട്ടോ. എന്നാലും വലിയ 2 കിട്ടിയത്. ഇച്ചിരി ഉപ്പിട്ട് അങ്ങോട്ട് കൊടുക്കും. തീ നല്ലപോലെ കുറച്ച് വയ്ക്കാമേ. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചീരക്കകത്ത് തന്നെ ശരിക്കും വെള്ളം ഉണ്ടല്ലോ. ചീരയും കൂണും ചീര പെട്ടെന്ന് റെഡിയാവും. കൂണും സവാളയൊന്ന് വേകാൻ വേണ്ടിയിട്ട് സമയം ഒന്ന് അടച്ച് വെക്കും. ഗൈസ്, ഇതെൻ്റെ കുട്ടികൾക്കുള്ള മറ്റേ ലിവറും മാങ്ങയും ഒക്കെ ഉണ്ട് കോഴിയുടെ, അത് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിനി വേവിച്ച് അവർക്ക് ചോറിനകത്തിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അവർ നല്ല രീതിയിൽ കഴിച്ചോളും കേട്ടോ. നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊന്ന് വിടുമ്പോൾ ഈ അടപ്പിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് ഇതിങ്ങ് ഊരിപ്പോകുന്നുണ്ട്. നമുക്കൊന്നത് തുറന്ന് നോക്കാം. ആഹാ, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇളക്കിയിട്ട് ഒന്നുകൂടെ ആക്കിയെടുക്കാം. ഇച്ചിരി ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കണ്ടേ. ചൂടുണ്ട്. ആഹാ, നല്ല സൂപ്പർ കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒരു ഊണൊക്കെ ചെറിയ ഊണാണ്, അത് വേണ്ടെന്നുള്ള രീതിയിൽ കളയാതെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി കഴിക്കുക കേട്ടോ. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.